പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. ജീവൻ രക്ഷാ ദൗത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കബീർ കൊച്ചിയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. ജീവൻ രക്ഷാ ദൗത്യ മേഖലകളിലും ജീവകാരുണ്യ മേഖലയിലും യോഗ ഉൾപ്പെടെയുള്ള കായിക പരിശീലന രംഗത്തും കൊച്ചിയിൽ മാത്രമല്ല സംസ്ഥാനത്താകമാനെയും ദേശീയ തലത്തിലും മികവ് തെളിയിച്ച സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ കബീർ കൊച്ചിയെ ആദരിക്കുവാനായി കൊച്ചിയിലെ പൗരാവലി ചുള്ളിക്കൽ യോഗ സെന്ററിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. ജൂൺ 10 ചൊവ്വാഴ്ച തോപ്പുമടി VM സ്ഥാളിൽ വെച്ച് സമുചിതമായി ആദരിക്കുവാനാണ് തീരുമാനം. സാമൂഹ്യ പ്രവർത്തകൻ രാജീവ് പള്ളുരുത്തി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുള്ള നല്ലത് കണ്ടാൽ നല്ലതിന് അംഗീകരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു മനോധർമ്മവും മനോസ്നേഹവും അതിനൊരു കൂട്ടായ്മയും, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതുപോലെ മതചിന്തകൾക്ക് അതീതമായി ഒരു ഒത്തുചേരലുണ്ട്. ആ ഒത്തുചേരലിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് കബീർ കൊച്ചിയെയും ഇതേപോലെയുള്ളൊരു ആദരവ് നൽകണം. ഈ കഴിഞ്ഞ ദിവസം എം സലീമും അതുപോലെ കെ ജബ്ബാറും ഒക്കെ അടക്കം ഞങ്ങളിതിനെ കൂടി ആലോചിച്ചപ്പോൾ സലീം ഷുക്കൂറുണ്ട് കൂടി ആലോചിച്ചപ്പോൾ എടുത്ത ഒരു കാര്യമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള മുഖങ്ങൾ കൊച്ചിൻ അക്കാദമി ഡയറക്ടർ കെ എ മോയിസ്, മാധ്യമപ്രവർത്തകൻ MM സലീം, തണൽ പാലിയേറ്റീവ് കോർഡിനേറ്റർ KI ജബ്ബാർ, സാമൂഹ്യ പ്രവർത്തകരായ സലീം ഷുക്കൂർ, ഹാരിസ് അബു, ഹനീഷ്, ഷെരീഫ് മൈത്രി, മോഹനൻ, സിറാജ് എന്നിവർ പ്രസംഗിച്ചു. അന്ന് നമ്മുടെ പഴയപള്ളി ഖബർസ്ഥാനിലെ ചടങ്ങ് നടന്നത്. ഞാൻ അപ്പനാണ് അനീഷ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ 5-6 പേര് അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം മാധ്യമപ്രവർത്തകരുടെ ഞാൻ മാത്രം ഉണ്ടായിരുന്നത്. കാരണം എല്ലാവർക്കും ഭീതിയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ അന്ന് ACP അവിടെ ഉണ്ടായിരുന്നത് പൂങ്കുവിൽ എന്ന് പറഞ്ഞൊരു മേഡമാണ്. ഇപ്പം DGP പോസ്റ്റാണ്. ഈ ബോഡി അവിടുന്ന് വന്യനിറയിൽ ഇവരുടെ സ്ഥലം. കഴിഞ്ഞ മാസം ഹിമാചൽ പ്രദേശിൽ നടന്ന ദേശീയ ഗെയിംസിൽ യോഗ ഇനത്തിൽ വ്യക്തിഗത മത്സരങ്ങളിൽ കബീറും പങ്കെടുത്ത കബീറിന്റെ എല്ലാ ശിഷ്യഗണങ്ങളും സ്വർണ്ണ മെഡലും വെങ്കല മെഡലുകളും നേടിയിരുന്നു. കഴിഞ്ഞ വർഷം വയനാട് ദുരന്ത മേഖലയിൽ കബീറും സംഘവും നടത്തിയ അതീവ ദുഷ്കരമായ രക്ഷാദൗത്യം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 51 സ്വാഗത സംഘം കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ചെയർമാനായി MM സലീമിനെയും ജനറൽ കൺവീനറായി രാജീവ് പള്ളുരുത്തിയെയും ട്രഷററായി സലീം ഷുക്കൂറിനെയും കോർഡിനേറ്ററായി മുയിസ് കെയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.